താഴ്വാരത്തുള്ള തികച്ചും ജൈവികമായ രീതിയിൽ അതല്ലെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ട് സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഈ പാർക്കിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനത്തിനാണ് നമ്മൾ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഏബിൾ വില്ലേജിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പാർക്കിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുള്ളത് പാർക്കിൻ്റെ എല്ലാമായ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രതീക്ഷനാണ്. അതോടൊപ്പം തന്നെ ഈ പാർക്ക് തുടക്കം മുതൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവാട്ടൻ, അതോടൊപ്പം തന്നെ KC ബിജു, എല്ലാ മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് പാർക്കിൻ്റെ നല്ല മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒന്നുചേർന്നിട്ടുള്ള കുടുംബശ്രീ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ ജയൻ സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ അഭിതേകാംക്ഷയായിരിക്കുന്ന അനിയാട്ടൻ, അനിൽ ഒഡേസ എന്ന അനിയാട്ടൻ, ഇവരൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇതിനെപ്പറ്റി വിശദീകരണം നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ശ്രീ പ്രതീക്ഷനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ ആഹ്ലാദം നിറഞ്ഞ ഒരു സായത്തിനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, പാടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ചരിത്രം നമുക്കറിയാം. കർഷക സമരങ്ങളുടെ പോരാട്ടത്തിൽ തുടുത്ത ആ ഒരു മണ്ണിലാണ് നമ്മൾ ഇങ്ങനെയൊരു സംരംഭം. അതിനപ്പുറം ഏറ്റവും അനുഗ്രഹീതമായിട്ട് പാടി തീർത്ഥം ഇതിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ് അതിനെ കിഴിഞ്ഞ് അത് ഒഴുകുന്നതെന്നും ഏറ്റവും അനുഗ്രഹീതമായൊരു ഭൂമി തന്നെയാണിത്. ഇവിടെ ഈ ഇങ്ങനൊരു സ്ഥലം ഇതെടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീ കെ പ്രതീക്ഷിതിൻ്റെ പ്രൊപ്പറേറ്ററും മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ശ്രീ കെ പ്രതീക്ഷിന് മനസ്സിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണമെന്നുള്ള ആഗ്രഹിക്കുകയും ഇതിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ക്ഷീരവികസന ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഡയറി ഫാം കൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിന് ഏറ്റവും മുളവശത്തായിട്ട് ഒരു ഡയറി ഫാം, 20 പശുക്കളുടെ ഒരു ഡയറി ഫാമാണ്. ഓൾറെഡി പ്രതീക്ഷ ക്ഷീരസഹാരി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നിരവധി തവണ വാങ്ങിയിട്ടുണ്ട്. ഈ വർഷം കൊല്ലത്ത് നടക്കുന്ന പടവ് 2026 ജില്ലാതലത്തിലെ അവാർഡ് പ്രതീക്ഷനാണ് ഏറ്റവും മികച്ച ക്ഷീരകർഷകനിൽ. അതിലുപരി ഒരു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇതിൻ്റെ ഈ പ്രകൃതി രമണീയമായ ഈ ഭൂമിയിൽ ഇത്തരം ഒരു സംരംഭത്തിന് സ്വപ്നതുല്യമായ ഒരു സംരംഭം ആരംഭിക്കണമെന്നാണ് ആലോചിച്ചത്. നിരവധി ചർച്ചകൾ നടത്തി. മാംഗോ മിഡോസ് പോലെയുള്ള കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മിഡോസ് പോലെയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക്, അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്തത്. ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലും നമുക്ക് വടക്കൻ മേഖലയിൽ നമുക്ക് ഇത്തരം ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ ഒന്ന് ഇവിടെ ഉല്ലസിക്കാനും അവർക്ക് സായാഹ്നങ്ങളും ഒക്കെ നന്നായി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ കേവ്, അതുപോലെ തന്നെ ബേർഡ്സ് ഫീഡിങ്, വിദേശ ഇനം പക്ഷികൾ നിങ്ങൾ കണ്ടു കാണും, ഓൾറെഡി ഇത് കണ്ടു കാണും. വിവിധ പക്ഷികൾ അവർക്ക് ഫീഡ് ചെയ്യാനുള്ളത്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു കിഡ്സ് പാർക്ക്. മറ്റൊന്ന് അണ്ടർ വാട്ടർ ടണലാണ്, മത്സ്യങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, മത്സ്യങ്ങളെ നീന്തി തുടിക്കുന്നത് കാണാനൊക്കെ ഉള്ള മനോഹരമായ, അതുപോലെ ഫിഷ് ഫീഡിങ്, നമുക്ക് മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും, അതുപോലെ ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങൾ, അത് കുക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ, ഇവിടെ വെജിറ്റബിൾ ഒക്കെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ തന്നെ നമ്മൾ ബയോ രീതിയിൽ തന്നെ വെജിറ്റബിൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് ഇവിടെ വരുന്ന ആളുകൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളുടെ പാല്, നമ്മൾ എല്ലാ തരം നമ്മുടെ ഇന്ത്യൻ വർഗ്ഗങ്ങൾ ഏതാണ്ട് നമുക്കറിയാം ലോകത്ത് 1517 തരം പശുക്കളാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. കേരളത്തിൻ്റെ തനത് വർഗ്ഗങ്ങളുണ്ട്, വെച്ചൂർ, കാസർഗോഡ്, അതുപോലെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു എന്ന് പറഞ്ഞാൽ പൊങ്കന്നൂർ ഉൾപ്പെടെയുള്ള പിന്നെ കന്നുകാലി വർഗ്ഗങ്ങളെ ഇവിടെ നമ്മൾ പ്രദർശനത്തിന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച
ഒരു ഡയറി ഫാമുണ്ട്. ഈ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യങ്ങളായ പാലുൽപ്പന്നങ്ങളെ, ഐസ്ക്രീം ഉൾപ്പെടെ എല്ലാ തരം വൈവിധ്യങ്ങളായ പാലുൽപ്പന്നങ്ങൾ അത് വിൽപ്പനയ്ക്കും ഒക്കെ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നഴ്സറി, ഗാർഡൻ നഴ്സറി ഉണ്ട്. ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള അവർക്ക് ഓർണമെൻ്റൽ ഇവിടെ പുഷ്പ ചെടികൾ നമുക്ക് വാങ്ങുന്നതിനുള്ള നഴ്സറി, ഗാർഡൻ നഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് സംവിധാനങ്ങൾ, അതുപോലെ ഇവിടെ ഭാവിയിൽ ആളുകൾക്ക് വന്ന് താമസിക്കാൻ സൗകര്യമുള്ള ഹട്ടുകളും അതുപോലെ തന്നെ കേവ് ഹൗസുകളും റോപ്പ് വേ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഭാവിയിൽ ഇതിന് ആലോചിക്കുന്നുണ്ട്. പെറ്റ്സ് വില്ലേജാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളത്. പെറ്റ്സ് വില്ലേജ് അവിടെ വിദേശതരം പെറ്റ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഉരകവർഗ്ഗങ്ങളെ, പാമ്പ് പോലെയുള്ള വർഗ്ഗങ്ങളെ നിങ്ങൾ കണ്ടു കാണും. അതിനെയൊക്കെ എടുക്കാനും അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരു വലിയ മികച്ച അനുഭവമായിരിക്കും ഇവിടെ സന്ദർശിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഏബിൾ വില്ലേജ് നൽകാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒരു പക്ഷേ ഉത്തര മലബാറിലെ ഇത്രയും ആധുനിക സൗകര്യങ്ങളുള്ള പ്രകൃതി രമണീയമായ അനുഗ്രഹീതമായ ഭൂമിയിൽ ഇത് തിരഞ്ഞെടുത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണ ഭാവിയിൽ ആവശ്യമുണ്ട്. നിങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ പ്രതീക്ഷിച്ചൊന്ന് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ്. നമ്മുടെ മുഖ്യ ജീവനയിൽ അമ്മ പ്രസിഡന്റ് ശ്വേതാമേനുണ്ട്. പിന്നെ അധ്യക്ഷൻ അഴീക്കോട് MLA KV സുമേഷ് അവர்களാണ്. ബാക്കി ഇതിൻ്റെ ഉള്ള ആൾക്കാർ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇവിടെ ആമുഖമായിട്ട് ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ അഴീക്കോടിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ KV സുമേഷ് അവർ. അതിൽ ഏറ്റവും ആകർഷകമായിട്ട് വിശിഷ്ടാതിയായി പങ്കെടുക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് പ്രശസ്ത നടിയായ ശ്രീമതി ശ്വേതാമേനോൻ അവർ. ഒപ്പം അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് മുൻ ശബരിമല മേൽശാന്തി ശ്രീ ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി. അതുപോലെ തന്നെ വിശദീകരണം നടത്തുന്നത് ഈ പ്രോജക്റ്റിന്റെ കോർഡിനേറ്ററും എല്ലാമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ CP ശിവദാസൻ. അതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ KCP മുസ്തഫ, കൊടിപ്പോയിൽ മുസ്തഫ. അതുപോലെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീധര സംഘമിത്ര, TK ഗോവിന്ദൻ മാസ്റ്റർ, ഖാൻവീവിന്റെ ചെയർമാൻ, ദേവസ്യ മെച്ചേരി, സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഏകോസമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസത്തിന്റെ ശ്രീ DV പ്രഭാത്, ഇൻഫർമേഷൻ DTPCയുടെ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ KC ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളാണ്. അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഭൂമി തന്നെയാണ്. പാടിതീർത്ഥം പൂർണ്ണമായും അതിൻ്റെ പവിത്രത നിലനിർത്തുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഉത്ഭവം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇടതുവശത്ത് അതിൻ്റെ അങ്ങോട്ട് പോകാനുള്ള കവാടം അതിലോട്ട് കയറി നമുക്ക് പോകാൻ പറ്റും. അത് നിങ്ങൾ പോയോ എന്ന് എനിക്കറിയില്ല. അവിടെ വള്ളിപ്പടർപ്പും തികച്ചും അതിനുള്ള പരിശുദ്ധമായ ഒരു പ്രദേശം തന്നെയാണ്. അപ്പം അത് പിന്നെ നമ്മൾ മറ്റൊരു ഭൂമിയിലാണ്. അതിന് നമുക്കുള്ള അവകാശമില്ല അതിനുള്ളിൽ. പക്ഷെ അത് പോകുന്ന ഈ സ്ഥലം അതിനെ പവിത്രത നിലനിർത്താൻ വേണ്ടി ഇരുവശവും നമ്മൾ ചെങ്കലിട്ട് കെട്ടി അതിൻ്റെ പൂർണ്ണമായി പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രീതിയാണ്. ഒരു 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 കോട്ടവും തട്ടാത്ത രീതിയിൽ പൂർണ്ണമായും അതിൻ്റെ പവിത്രതയും ഒക്കെ പിന്നെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തും അതുപോലെ തന്നെ നാച്ചുറൽ കല്ലുകൊണ്ട് തന്നെ കെട്ടി അത് സംരക്ഷിക്കും. മുൻപ് ഇല്ല, അത് തുടക്കത്തിൽ അവരുടെ ആശങ്ക ഉണ്ടായിരുന്നു. അവിടെ ഇത് ഏത് തരത്തിലുള്ള സംവിധാനമാണ് വരുന്നത് എന്നുള്ളൊരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ഏത് ഫാം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് പിന്നീട് അവർക്ക് ബോധ്യമായി അങ്ങനെയുള്ളതല്ല എന്നുള്ളത് ബോധ്യമായി. മാത്രമല്ല നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ടല്ലോ ഇത്തരം ഒരു സംവിധാനങ്ങളെ അതിനെ പവിത്രത നിലനിർത്തണം എന്നുള്ളത്. അപ്പോൾ അത് ആ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത്തരം ആശങ്കകളൊക്കെ പിന്നീട് ഒഴിവായി. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 4 വർഷങ്ങൾക്ക് മുമ്പാണത്. 8 വർഷം. അതെ, ഞാൻ തുടക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഡയറി ഫാമൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ മുമ്പ് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് പല നിയമ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഭാഗമായിട്ട്. പക്ഷെ അത് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു, പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ ഈ ഇതിൻ്റെ ഒരു റീൽസൊക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് ഈ അടുത്തുള്ള ആ കുടുംബം അവർക്ക് അറിയുന്നത്. അപ്പോൾ അവർ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെടുന്നത് ഞങ്ങൾ ഇത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും നന്നായി സഹകരിച്ചു പോകുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നവും അവിടെ ഇല്ല. അതെ അതെ അതെ. അല്ല, ആർക്കും മനസ്സിലാവുമല്ലോ. പ്രകൃതിയിലെ ഒരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും അവർ കാര്യമായിട്ട് വലിയ വ്യതിയാനങ്ങൾ വരുത്താത്ത രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രകൃതിയോട് പൂർണ്ണമായും താതാമ്യം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഞങ്ങൾ അവലംബിച്ചത്. എൻട്രി ഫീ അല്ല, നമ്മൾ എൻട്രൻസ് ഫ്രീ ആയി പിന്നെ ഫീ ആയിട്ട് 200 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നീട് ചില സ്പെഷ്യാലിറ്റികളുണ്ട്, അവിടെ മാത്രമല്ല. സ്കൂൾ LP UP ഹൈസ്കൂൾ തലങ്ങളിലുള്ള പ്രത്യേക പാക്കേജുകൾ, അതോടൊപ്പം തന്നെ അയൽക്കൂട്ട സംരംഭങ്ങൾ, കുടുംബശ്രീ പോലെയുള്ള സംരംഭങ്ങൾക്കുള്ള പാക്കേജുകളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഭക്ഷണം ഉൾപ്പെടെയുള്ള പാക്കേജാണ് വരുന്നത്. പിന്നെ ഫീഡ് കൊടുക്കുന്നില്ലേ അത് അഡീഷണൽ ചാർജ് വരും. ഹോഴ്സ് റൈഡിങ്ങിന് സ്പെഷ്യൽ ഫീസാണ് 100 രൂപ. പിന്നെ പാർക്ക്, ആധുനിക സൗകര്യങ്ങൾ ഇനിയും ഒരുപാട് അതിലേക്ക് വരുന്നുണ്ട്, അതിലേക്ക് സ്പെഷ്യൽ എൻട്രിയാണ് 100 രൂപ. പിന്നെ കേവ് 50 രൂപ. ബാക്കി പെറ്റ് സ്റ്റേഷൻ, മറ്റ് ഇവിടെ ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഡയറി ഫാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒറ്റ ഫീസ്. എൻട്രി ഫീസും ഈ പറയുന്ന പെറ്റ് സ്റ്റേഷൻ മുതലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഇവിടെ ഉള്ളിൽ വരുന്ന മാത്രമേ കൊടുക്കുവാനും പുറത്തേക്ക് ഉള്ളിൽ മാത്രമേ കൗണ്ടറുകളുള്ളൂ. ഇപ്പോഴത്തെ ഉത്പാദനം വളരെ കുറവായിരിക്കും. ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ ഭാവിയിൽ ഇനി ഉത്പാദനം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരുപത്തുള്ള വയലുകളെല്ലാം മുറിച്ചെടുത്തിട്ട് നമ്മൾ കൃഷിയിലാണ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നം വരുമ്പോൾ അതിൻ്റേതായ ഒരു രംഗം നമ്മൾ വ്യാപാര രംഗം നമ്മൾ കണ്ടെത്തും. മുകളിൽ നമുക്കൊരു ഷോപ്പുണ്ട്, ഇവിടെ കൂടുതലുണ്ടെങ്കിൽ മുകളിലത്തെ ഷോപ്പിൽ വെച്ചിട്ടും കൊടുക്കാം. അല്ലെങ്കിൽ വരുന്നവർക്ക് 200 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പറ്റില്ല. ഇവിടുത്തെ വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങനെ പച്ചക്കറി വാങ്ങിക്കാന്ന് വേണ്ടി മറ്റൊരു ഹൈലൈറ്റ്സ് നമ്മളിവിടെ നാച്ചുറൽ ഒരു പോണ്ടുണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ പോണ്ടുകളുണ്ട്, ബയോഫ്ലോക്ക് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫിഷിന് വേണ്ടിയിട്ട്. വെറൈറ്റി ഓഫ് ഫിഷാണ് അവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനെ അവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂണ്ട ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. അതിനെ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ അവർക്ക് കഴിക്കാം. ഫുഡുകൾ വേണമെങ്കിൽ ഇവിടുന്ന് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടുന്ന് കൊടുക്കും. ഇനി അല്ല, അവർക്ക് ഇവിടുന്ന് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കുക്കിംഗ് ഇവിടെ വേണമെങ്കിൽ അതിനും സൗകര്യങ്ങൾ ഭാവിയിൽ ഒരുക്കി വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഹൈലൈറ്റ്സ് ആയിട്ട് ഭാവിയിലെ ഒരു പ്രധാനപ്പെട്ട ഇനമാണത്. ഫിഷിങ്, ഹാർവസ്റ്റിങ്. ഇപ്പൊ തുടക്കത്തിൽ ഫിഷ് ഉണ്ട്. ചൂണ്ടയുടെ കുറച്ച് അല്പം കഴിഞ്ഞിട്ട് മാത്രം ഇതെല്ലാം കൂടി ആകുമ്പോൾ അവർക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ മോഡേൺ ടൈപ്പിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമല്ലോ. അപ്പം അതായി വരുന്നുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ പടിയിൽ ഇവിടെ ഹോട്ടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഭാവിയിലൊരു കുടുംബശ്രീയുടെ പ്രീമിയം കഫേ ആക്കാനും കൂടി ആലോചിക്കുന്നുണ്ട്.
കണ്ണൂർ ജില്ലയിൽ ഇപ്പം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഒരു സ്പെഷ്യൽ ഇതാണ്, അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ളതാണ് പ്രീമിയം കഫേകൾ ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു പ്രീമിയം കഫേ എന്ന രീതിയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ആദ്യത്തെ ഒരെണ്ണം പ്രവർത്തിക്കുന്നത് ഇരിട്ടി കുന്നത്താണ്. അത് രണ്ടാമത് ശ്രീകണ്ഠാപുരത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു പക്ഷേ ഇവിടെ നമ്മളങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതിനെ ഒരു പ്രീമിയം കഫേ എന്ന രീതിയിലേക്ക് മാറ്റുക, കുടുംബശ്രീയുടെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. പ്രതീഷിൻ്റെ ഭാര്യ ഓൾറെഡി കുടുംബശ്രീ മെമ്പറാണ്, അപ്പോൾ അതുകൂടി ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ചു, ഇവിടെ ധാരാളം ആളുകൾ വരും, അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീക്കും കൂടി ഒരു കയ്യൊപ്പ് ഇവിടെ ചാർത്താനുള്ളൊരു അവസരമാണ് പ്രതീക്ഷ നമുക്ക് ഒരുക്കി തരുന്നത്. കണ്ണൂർ ജില്ലയിലെ ഒരു മാതൃകാ പാർക്കായിട്ട് തീർച്ചയായും ജില്ലയ്ക്ക് മാത്രമല്ല സ്റ്റേറ്റിൽ ഒരു അറിയപ്പെടുന്ന ഒരു പാർക്കായിട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ പാടിയിൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വസ്തു എന്ന് വെച്ചാൽ വെള്ളമായിരിക്കും, ശുദ്ധമായ വെള്ളം. അപ്പോൾ അതിൻ്റെ പവിത്രത ഒരിക്കലും നാട്ടുകാർക്കല്ല, നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടൊരു ബോധ്യം നമുക്കുണ്ട് ഈ വെള്ളത്തിൻ്റെ മൂല്യം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വിധത്തിലും വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗം വരാതെ അത് തുടർന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ ആഗ്രഹം. അതിനെന്തെല്ലാമാണോ അതെല്ലാം നമ്മൾ ചെലവഴിച്ചിരിക്കും. നമ്മളിത് എടുക്കുമ്പോഴും ഇതാകെ മൊത്തം വെച്ചാൽ എല്ലാം ആകെ മലിനീകരണപ്പെട്ടിട്ടാണ് നമ്മൾ. അതിപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ചെങ്കല്ല് വെച്ച് കെട്ടി വലിയൊരു തുക അതിന് വേണ്ടി തന്നെ ചെലവഴിച്ച് അത് നല്ല അതിൻ്റെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിൽ ഒരുപാട് തൊഴിലാളികൾ ഇപ്പം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിലും നമ്മൾ ഈ പാർക്ക് ഓപ്പൺ ആകുന്നതോടുകൂടി ഒരുപാട് ആൾക്കാർ, ഒരു 100-100 മേലെ സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. അവർക്ക് ഒരു നല്ലൊരു തൊഴിൽ സംരംഭം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഓണറെ. പ്രദേശവാസി പൂർണ്ണമായിട്ടും പ്രദേശവാസികൾ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 100-പരം തൊഴിലാളികളുണ്ടാവും. ഏകദേശം ചില 100-ഓടടുത്ത് ഇനി നമ്മൾ വരുമ്പോൾ ഇന്നും കുറച്ചും കൂടി അപ്പോയിൻമെന്റ് ചെയ്യാനാണ്. വാടിക്കുന്ന് കുളച്ചേരി പിന്നെ ഈ ചെറിയ പ്രദേശത്ത് തന്നെ വെച്ചാൽ വളരെയധികം തൊഴിലില്ലായ്മ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഒരു പരസ്യമോ കാര്യമോ കൊടുക്കാണ്ട് നൂറുകണക്കിന് ആളുകളാണ് ചില തൊഴിലിലേക്ക് വരുന്നത്, തൊഴിൽ ആവശ്യപ്പെട്ട് വരുന്നത്. അപ്പോൾ അത്രയധികം തൊഴിലില്ലായ്മയുള്ളൊരു സ്ഥലം ആണ് ഇത് ശരിക്കും പറയുന്നത്. 100-ലധികം എന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളിപ്പോൾ ആയി പെൻഡിങ്ങിൽ തന്നെ വെച്ചാൽ അതേ നമ്പർ നമ്മൾ പിന്നെ പുറത്ത് കിടക്കുന്നുണ്ട്. ദിവസവും എൻക്വയറി നമുക്ക് വന്നുകൊടുക്കുന്നുണ്ട്. ദിവസം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, എല്ലാ ദിവസവും. നമ്മൾ പിന്നെ ഒരു നിർധനരായ സ്ത്രീകൾക്ക്, ഒരാശ്രയമില്ലാത്ത സ്ത്രീകൾക്ക് ഒരു 5 പശുക്കുട്ടീനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് ആകെ ഒരാളെ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളൂ. അന്ന് ഒരാളെ മാത്രമേ നമ്മൾ അത് ചെയ്യുന്നുള്ളൂ. 5 പശുക്കുട്ടീനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് പിന്നെ ഗർഭധാരണം നടത്തി പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വിലയിൽ നമ്മൾ തിരിച്ചെടുക്കും. അത് ആർക്കും ഒരു ഭാരമാണ്, വേറെ ആർക്കും കൊടുക്കാനും പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ അതിനെ വളർത്തി അതിൻ്റെ പിന്നെ പാലും മറ്റേ ചാണകം നിങ്ങൾക്ക് ജീവിതമാർക്കാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളെ ഫാമിനെ തിരിച്ചെടുത്തിട്ട് അന്നത്തെ എത്രയാണോ മാർക്കറ്റ് വാല്യൂ അത് വില കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുത്ത് വാങ്ങിക്കും. നമ്മൾ ഫ്രീ കൊടുത്തിട്ടുള്ള ഒരു കൺസെഷൻ നമുക്കില്ല. അന്ന് എന്ത് വിലയുണ്ടോ ആ ഒരു മാർക്കറ്റിൽ ഇത്ര രൂപ പശുവിന് എത്ര വിലയുണ്ടോ ആ വില കൊടുത്ത് നമ്മൾ തിരിച്ചു വാങ്ങിക്കും. അപ്പോൾ അതൊരു വർഷം നിർധനരായ സ്ത്രീകൾക്ക് ഇപ്പം ഭർത്താവ് മരണപ്പെട്ട് അങ്ങനെ ഒരു ജീവിക്കാൻ വഴിയില്ലാതെ കൂടുതലുണ്ടോ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൂടിയാണ് ഫാമിങ്ങിലൂടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വെറും ലാഭം മാത്രം നോക്കിയിട്ടില്ല, ഈ പശു വളർത്തലും കൃഷിയും നോക്കുന്നത് എൻ്റെ മാനസിക ഉല്ലാസത്തിനാണ്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും നിർധനരായ സ്ത്രീകളുണ്ടെങ്കിൽ നമ്മൾ പശുക്കുട്ടീനെ കൊടുത്തിട്ട് അവർ വളർത്തിയിട്ട് നമ്മൾ തിരിച്ച് വാങ്ങിക്കുന്ന ഒരു സംവിധാനം. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും, പക്ഷേ നമ്മൾ തിരിച്ച് വാങ്ങിക്കുമ്പോൾ വില കൊടുത്ത് വാങ്ങിക്കും. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് തന്നെ പിന്നെ അതിനെ വളർത്തിയെടുക്കാം. ഭാവിയിൽ അതുപോലെ തന്നെ ഫാം സ്കൂള്, ഒരു ഡയറി ഫാം എങ്ങനെ സെറ്റ് ചെയ്യണം, പശുവിനെ വളർത്തുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉൾപ്പെടെ അവർക്ക് താമസിച്ച റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏതാണ്ട് 100 പേർക്കോളം താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ, അതുപോലെ ഇതിന് മുകളിൽ തന്നെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉൾപ്പെടെ
മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെ. അപ്പോൾ മീറ്റിംഗ് കൂടുന്ന ആളുകൾക്ക് നമുക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിംഗ് കൂടാം. റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, റെസിഡൻഷ്യൽ മീറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ ഇവിടെ ആലോചിക്കുന്നുണ്ട്. ഞാൻ MVJN കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. വാഹനം പാർക്ക് ചെയ്യുന്നതിന് സൗകര്യം നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെയിൻ റോഡ് സൈഡിൽ തന്നെ. K പ്രതീഷ് ആദ്യം, പ്രതീഷിന്റെ ആദ്യം കൊടുക്കണം. K പ്രതീഷ്, മാനേജിംഗ് ഡയറക്ടർ.